എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ ഒരിടമാണ് ഹിൽ പാലസ്. നാഗവല്ലിയും നകുലനും സണ്ണിയും ഒക്കെ സഞ്ചരിച്ച വഴികളിലൂടെ ഒരു യാത്ര പോയാലോ? നേരെ കവാടത്തിനടുത്താണ് ടിക്കറ്റ് കൗണ്ടർ. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് നിരക്കിൽ വരുന്നത്. 1865 നിർമ്മിച്ച ഈ ഗംഭീരമായ കെട്ടിടം ഒരു കാലത്ത് കൊച്ചി ഭരണാധികാരികളുടെ വസതിയായിരുന്നു. അവരുടെ പരിഷ്കൃതമായ അഭിരുചികളും ആഡംബരപൂർണമായ ജീവിതശൈലിയും പ്രകടമാക്കിയ ഒരിടം. ഇന്ന് കൊട്ടാരം ഒരു എത്നോ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ്. ഓരോ കെട്ടിടത്തിൻ്റെയും വാസ്തുവിദ്യയിൽ ഡച്ച് വാസ്തുവിദ്യാ ശൈലിയുടെ സവിശേഷമായ ഒരു സ്പർശമുണ്ട്. ഇവിടെ ഏറ്റവും പഴയ കെട്ടിടം 8 കെട്ടിടം ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാലസിന് ചുറ്റുമായി നടക്കുമ്പോൾ തന്നെ വല്ലാത്തൊരനുഭൂതിയാണ് ലഭിക്കുന്നത്. പടിക്കെട്ടുകൾ ഇറങ്ങി ഇടവഴികളിലൂടെ താഴേക്ക് നടക്കുകയാണിപ്പോൾ ഞാൻ. നല്ല മഴ പെയ്യുന്നത് കൊണ്ട് കൊട്ടാരത്തിൻ്റെയും ചുറ്റുമുള്ളതിൻ്റെയും ഭംഗി ഒന്നും കൂടെ കൂടിയിരിക്കുന്നു. പണ്ടത്തെ കുളിക്കടവും കണ്ട് ഞാൻ മഴ നല്ലപോലെ ആസ്വദിച്ചങ്ങനെ നിന്നുപോയി. മഴയുടെ കാഠിന്യം ഒന്ന് ശമിച്ചതിന് ശേഷം പുറത്തെ കാഴ്ചകളിലേക്ക് പതിയെ ഞാനങ്ങ് നടന്നു. ഇവിടെ കൊച്ചി രാജ്യത്തിലെ അവസാനത്തെ മഹാരാജാവായിരുന്ന രാജവർമ്മ പരീക്ഷത്ത് തമ്പുരാനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലവും നമുക്ക് കാണാം. കുട്ടികൾക്കായി ഒരു പാർക്കും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ മ്യൂസിയവും ഇതിൻ്റെ ചരിത്രവുമായി യാതൊരു പങ്കുമില്ലാത്ത ഒരാളെയും നമുക്ക് കാണാൻ കഴിയും. കൊട്ടാര കമ്പൗണ്ടിൽ തന്നെ മാനുകളെ വളർത്തുന്ന ഒരു ശാലയും നമുക്ക് കാണാം. അടുത്തായി തന്നെ ചായയും കടികളും കിട്ടുന്ന ഒരു ക്യാൻറ്റീൻ സൗകര്യവും ഉണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുതേ.